പശ്ചിമ ബംഗാളിലെയും അസമിലെയും തെരഞ്ഞെടുപ്പും യുദ്ധവും കൊച്ചിയെ സാരമായി ബാധിച്ചിരിക്കുന്നു. അതിഥി തൊഴിലാളികൾ വോട്ട് ചെയ്യാനായി കൂട്ടത്തോടെ പോയതോടെ പല മേഖലയിലും തൊഴിലാളികളില്ല. യുദ്ധം മൂലം അസംസ്കൃത വസ്തുക്കളുടെ നീക്കം നിലച്ചതും പാചകവാതക ക്ഷാമവും സ്ഥിതി സങ്കീർണമാക്കുകയാണ്. കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ നിന്ന് സജോ ദേവസ്യ ഈ പ്രതിസന്ധി വിവരിക്കുന്നു. അതൊന്ന് നമുക്ക് കാണാം. പശ്ചിമേഷ്യയിലെ യുദ്ധം, പാചകവാതക പ്രതിസന്ധി ഇവയൊക്കെ സംസ്ഥാനത്ത് കടുത്ത തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് റെസ്റ്റോറന്റ് മേഖല, അതുകൂടാതെ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ. നമുക്കറിയാവുന്നതുപോലെ പശ്ചിമ ബംഗാൾ, അസം, തമിഴ്നാട് മേഖലകളിൽ വോട്ടെടുപ്പ് നടക്കുകയാണ്. വ്യാപകമായി അവർ അങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ നാളുകളായി തുടരുന്ന പശ്ചിമേഷ്യയിലെ അശാന്തി ഏതൊക്കെ തരത്തിൽ നമ്മളെ ഇതിനകം ബാധിച്ചു കഴിഞ്ഞു. പാചകവാതക പ്രതിസന്ധിയാണ്, നാളുകളായി തന്നെ അതുണ്ട്. കൊച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൊച്ചിയിലെ റെസ്റ്റോറന്റ് മേഖലയിൽ വലിയൊരു പങ്കിന് ഇപ്പോൾ തന്നെ താഴെ വീണിരിക്കുന്നു. അത് അടച്ചുപൂട്ടേണ്ട സ്ഥിതി വന്നു. തൊഴിലാളികൾ പലയിടത്തും മടങ്ങിപ്പോയിരിക്കുന്നു അവരുടെ നാടുകളിലേക്ക് എന്നതാണ് പ്രതിസന്ധിയിലാണ്. എന്ന് വെച്ചാൽ ഗ്യാസ് നമ്മൾ ഒരു ദിവസം 6 ഗ്യാസ് വേണ്ടടുത്ത് 3 ദിവസം കൂടി 2 ഒരെണ്ണോ കിട്ടും. അതും നമ്മൾ 100 പ്രാവശ്യം അങ്ങോട്ട് വിളിച്ചാലാണ് അവിടെ നിന്നൊരു പ്രതികരണം ഉണ്ടാകുന്നത്. അപ്പോൾ ചിലപ്പോൾ 2 കൊണ്ടുവന്ന് തരും. പിന്നെ വിറകും റോക്കറ്റ് അടപ്പും ഒക്കെ വെച്ചിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യം ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ട് 2-3 മാസമായിട്ടുണ്ട്. 2 മാസം തുടങ്ങിയിട്ട് ഉടനെ പൂട്ടാൻ പറ്റും. പൂട്ടാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമങ്ങൾ നടത്തിയാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ അവർ വോട്ടെടുപ്പും അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് പോയി. അപ്പോൾ തൊഴിലാളി ക്ഷാമം ഉണ്ട് അല്ലേ? തൊഴിലാളി ക്ഷാമം ഉള്ളൂ. കാരണം നേരം വെളുക്കുമ്പോൾ ചിലപ്പോൾ 5 പേരെ കാണില്ല, ചിലപ്പോൾ 10 പേരെ കാണൂല. ഒരുമിച്ചാണ് പോണത്. അവർ നേരത്തെ പ്ലാൻ ചെയ്തിരിക്കും. നമ്മോട് പറയുന്നില്ല. അവർ ടിക്കറ്റോ